നമ്മളിപ്പോൾ നല്ല ഫ്രഷ് മീൻ മേടിച്ചേക്കുവാണ്. അത് കഴുകിയിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാൻ പോകാം. അതാണ് സ്റ്റെപ്പ് 1. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ തട്ടിപ്പിട്ട് ക്ലീൻ ചെയ്യാൻ പോവാം. നമ്മളിപ്പോൾ തക്കാളിയും ചില്ലി ഫ്ലേക്സും ചില്ലിയും ജിഞ്ചറും റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഇഞ്ചിയും 3 ഉള്ളിയുടെയും ചേർത്ത് നമ്മളിപ്പോൾ ചട്ടിയിലോട്ട് ഇടാൻ പോവുകയാണ്. ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ചട്ടി ഇപ്പോൾ ചൂടാക്കാൻ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. പ്യുവർ വെളിച്ചെണ്ണയാണ്. ചൂടായിട്ട് നമ്മളതൊക്കെ ഇടാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മളിനി ഇഞ്ചി ഇടാൻ പോവുകയാണ്. ചതച്ചത് കാണിച്ച ഇഞ്ചിയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ ചതച്ച മുളകും ഇടാൻ പോവുകയാണ്. കുറച്ച് മുളക് ഇടാം. ഇളക്കി കൊടുക്കണം. സൗണ്ട് മാറ്റിക്കോളുണ്ടല്ലോ. ഇതാണ് മാറ്റണം. നീ അത് മാറ്റി എപ്പോഴും മാറ്റിയിരുന്നു. അത് നല്ല ക്ലിയറായിട്ട് സൗണ്ട് കിട്ടണം. നമ്മൾ ബാക്കി തക്കാളിയും കൂടി ഇടാൻ പോകണം. തക്കാളിയും കൂടി നേരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. തൊണ്ടൊക്കെ എടുത്ത് കളയണം. ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളി ഇട്ട് വെച്ച വെള്ളമുണ്ട്, അതും ചേർത്ത് വരാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിത് മുളക് പൊടി ഇടാൻ പോവാണ്. മുളകിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കണ്ട കൊതി വരണ മണവും ടേസ്റ്റുമുള്ള കറി തന്നെയുണ്ട്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഫ്രഷ് അയലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണ വെച്ച് ഉണ്ടാക്കിയെടുക്കാം.